നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇലക്ഷൻ റിസൾട്ട് വരാൻ ഇനി 2 ദിവസം മാത്രം ഉള്ളൂ. ഈ ഒരു വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്യോഗസ്ഥരോടും സ്റ്റാഫ് അംഗങ്ങളോടും യാത്ര പറഞ്ഞ് തലസ്ഥാനം വിട്ടു. ഇനി ഭരണമാറ്റത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് സ്വകാര്യ സന്ദർശനം മാത്രമായിരിക്കും നടത്തുക. ശിഷ്ടജീവിതം കണ്ണൂരിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രി തലസ്ഥാനം വിട്ട വാർത്തകൾക്ക് താഴെ സമൂഹ മാധ്യമത്തിൽ കടക്ക് പുറത്തെന്ന കമന്റുകളുടെ തൃശൂർ പൂരമാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ ഒരു മുഖ്യമന്ത്രി പോലും ഇത്രയും വെറുക്കപ്പെട്ട് പടിയിറങ്ങിയിട്ടില്ല. ഫലം വന്നില്ലെങ്കിലും ഫലത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇലക്ഷന് തൊട്ടു മുമ്പ് പിണറായി സ്ഥലകാല ബോധം മറന്നാണ് പ്രതികരിച്ചത്. പ്രായത്തിന്റെ അവശതയും ക്ഷീണവുമാണ് കാരണമെന്ന് പറയാനാവില്ല. PR വർക്കിന്റെ ഭാഗമായി നടത്തുന്ന ഇന്റർവ്യൂകളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ സ്നേഹമായും പക്വതയുമുള്ളതാണ്. എന്നിട്ടും വാർത്താ സമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും അദ്ദേഹം തട്ടിക്കയറി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയായ CPM നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂപ്പുകുത്തുമെന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു. ശക്തിയുള്ള ശാന്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ 50 സീറ്റിന് മുകളിൽ ഇടതുമുന്നണിക്ക് കിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് സ്വന്തം പാർട്ടി പ്രവർത്തകരോട് കയർത്ത പിണറായി കൊല്ലത്ത് മാധ്യമ പ്രവർത്തകരെയും കടന്നാക്രമിച്ചു. തുടർഭരണം കിട്ടില്ലെന്ന് ഉറപ്പ് മുഖ്യമന്ത്രിക്ക് കിട്ടിയത് കാരണം അദ്ദേഹത്തിന്റെ തുടർ പ്രതികരണങ്ങൾ ഇത്തരത്തിൽ തന്നെയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യത്തിൽ നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അസാധാരണമായ പ്രതിഷേധ നാടകങ്ങളുണ്ടായി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പാർട്ടി മുഖപത്രങ്ങൾക്കും ചാനലുകൾക്കും മാത്രം മുൻഗണന നൽകുന്നു എന്ന് ആരോപിച്ചായിരുന്നു മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. ഇത് മോശമാണ്. CMA കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പോരാ എന്ന് മാധ്യമപ്രവർത്തകർ പരസ്യമായി വിളിച്ചു പറഞ്ഞതോടെ വാർത്താ സമ്മേളനം സംഘർഷഭരിതമായി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കാനും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനുമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം CPM അനുഭവമുള്ള മാധ്യമങ്ങൾക്ക് മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നൽകുന്നുവെന്നും മറ്റുള്ളവരെ അവഗണിക്കുന്നുവെന്നും പ്രതിഷേധിച്ചവർ ആരോപിച്ചു. മുഖ്യമന്ത്രി മറുപടി നൽകാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഇവരുടെ ചോദ്യങ്ങൾ ആദ്യം വരും, പിന്നീട് സമയമായെന്ന് പറഞ്ഞ് പിണറായി പോകും. SDPIയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ ഇയാൾക്ക് എന്തോ സൂക്കേടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ വാർത്താ സമ്മേളനത്തിനും പ്രസക്തി ഏറെയായിരുന്നു. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു മടങ്ങിയ മുഖ്യമന്ത്രി വീണ്ടും തിരിച്ചെത്തി മൈക്കിന് മുന്നിലിരുന്നു. 3 ചോദ്യങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയതോടെ മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതോടെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രി തിരിച്ചു വന്നിരുന്ന മറുപടി നൽകുകയായിരുന്നു. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരെന്നും സമയം കഴിഞ്ഞെന്നും അതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SDPI CPIM ഡീൽ ആരോപണമടക്കമുള്ള ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകൻ ചോദിക്കാൻ ശ്രമിച്ചത്. ഇത്രയും അഹങ്കാരം വേണോ എന്ന് കേരളം ചോദിച്ച നിമിഷങ്ങളായിരുന്നു അത്. മുഖ്യമന്ത്രി പത്രസമ്മേളനം നിർത്തിപ്പോയതോടെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു. സംവാദം വേണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. 10 വർഷത്തെ റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ട മുഖ്യമന്ത്രി അതിലെ പാളിച്ചകളെ കുറിച്ചുള്ള ചോദ്യങ്ങളെ ഭയപ്പെടുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നേമത്തെ സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഒരുപോലെ സംവാദ വെല്ലുവിളി നടത്തുമ്പോഴും മാധ്യമങ്ങളോട് സംവദിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ഇരട്ടത്താപ്പാണെന്ന് ചർച്ചകൾ ഉയർന്നു. ഇത്തരം സംഘർഷങ്ങളെ CPM കേന്ദ്ര നേതൃത്വം അതിഗൗരവത്തോടെയാണ് കാണുന്നത്. മുമ്പ് മുഖ്യമന്ത്രിയുടെ ഇത്തരം വിമർശനങ്ങളെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പരസ്പരം വിമർശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ ഇത്തരം സംഭവങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചു. വികസന ചർച്ചകൾക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളോടുള്ള സമീപനം പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറി. എല്ലാ ദിവസവും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടു. അതെല്ലാം പാർട്ടിക്ക് വിനയായി. ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങൾ എല്ലാവരും ചോദിച്ചു. ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. മറുപടി വിശദമായി പറഞ്ഞു. നിങ്ങളിൽ ചിലരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. അത് ചോദിച്ചാലല്ലേ ഉത്തരം പറയാൻ പറ്റൂ. പത്രസമ്മേളനത്തിൽ എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചെന്ന് വരില്ല. സമയം കഴിഞ്ഞതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. മുഖ്യം പോയതോടെ CPM ക്യാപ്സ്യൂളുമായി രംഗത്തിറങ്ങി. മുഖ്യമന്ത്രിയോട് സംസാരിച്ച മാധ്യമ പ്രവർത്തകർ കോൺഗ്രസുകാരനാണെന്നാണ് പ്രധാന ആക്ഷേപം. ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലും സഖാക്കൾ എഴുതി. ചില സൈബർ ഗ്രൂപ്പുകൾ മാധ്യമ പ്രവർത്തകനെ കൈകാര്യം ചെയ്യണമെന്ന് വരെ എഴുതി. വിജയരാഘവൻ പറഞ്ഞത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വർത്തമാനമാണ്. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്ന് CPM നേതാവ് A വിജയരാഘവൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകർ പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിച്ച് പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വത്തെ
വ്യക്തിത്വത്തെ ആക്ഷേപിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ ഇതേ വിജയരാഘവന് തന്നെ പിണറായിയുടെ നീക്കത്തിൽ അസ്വസ്ഥതയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുള്ള മേൽക്കൈ ഇല്ലാതാക്കാൻ മുഖ്യമന്ത്രിയുടെ നോട്ടം, ഉച്ചാരണ ശുദ്ധി, സമീപന രീതി എന്നിവയൊക്കെ മുറിച്ചെടുത്ത് വ്യക്തിപരമായി അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുന്ന പ്രചാര വേലകളാണ് നടക്കുന്നത്. ഇതെല്ലാം കേരളം നിരാകരിക്കാൻ പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യമന്ത്രിയുടെ മാത്രം ചിത്രം വെക്കുന്നതിനെയും അദ്ദേഹം ന്യായീകരിച്ചു. തനിക്ക് അറിയാവുന്ന പിണറായി വിജയൻ വ്യക്തിപൂജ ഇഷ്ടപ്പെടുന്നയാളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതീകമായാണ് പിണറായിയുടെ ചിത്രം വെക്കുന്നത്. പാർട്ടി വിട്ടുപോയവർക്ക് പഴയ 2000 രൂപയുടെ നോട്ടിന്റെ വിലയുള്ളൂ. മുൻ മന്ത്രി ജി സുധാകരൻ പാർട്ടിയോട് കാണിച്ചത് വഞ്ചനയാണ്. KR ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോൾ കടുത്ത വിമർശനം നടത്തിയ ആളാണ് സുധാകരനെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഡിസംബർ 11 കണ്ണൂരിലെ തദ്ദേശ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ചോദ്യമുയർത്തി. സ്ത്രീ ലംഘടന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്നാണ് പിണറായി ചോദിച്ചത്. ലക്ഷ്യം കോൺഗ്രസും UDF-ഉമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻനിർത്തിയുള്ള CPM പ്രചാരണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ വകയൊരു പഞ്ച് ഡയലോഗ്. CPM സൈബർ സേന ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ ഈ ചോദ്യം ഏറ്റെടുത്തു. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വൈകിയില്ല. അടിച്ചും തിരിച്ചടിച്ചും സംഗതി കൊഴുത്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം DYFI ഉയർത്തിയ ഫ്ലെക്സ് ബോർഡുകൾ ഈ വിഷയത്തെ ചൊല്ലിയായിരുന്നു. P ശശിയും PK ശശിയും മുകേഷും ഏറ്റവും ഒടുവിൽ PT കുഞ്ഞു മുഹമ്മദും അടങ്ങുന്ന വിരലുകൾ സ്വന്തം മുഖത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഒരു പാർട്ടിയും അതിന്റെ നേതാക്കളും മുഴക്കുന്ന ആക്രോശങ്ങൾ കാപട്യത്തിന്റെ മറുകരയിലേക്കുള്ള ഒന്നൊന്നര യാത്രയായിരുന്നു. ശബരിമലയിൽ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ക്രമസമാധാനം, സമ്പദ് വ്യവസ്ഥ എന്നിങ്ങനെ സമസ്ത മേഖലകളിലും കള്ളത്തരം നടമാടിയ 10 വർഷങ്ങളാണ് കഴിഞ്ഞുപോയത്. കോൺഗ്രസിന്റെ ദുർബലമായ സംഘടനാ സംവിധാനത്തിലായിരുന്നു CPM-ന്റെയും ഇടതുമുന്നണിയുടെയും പ്രതീക്ഷകൾ. കുടുംബശ്രീയും സഹകരണ ബാങ്കുകളും അടങ്ങുന്ന വലിയൊരു സംവിധാനം വെളിപ്പുറത്തുണ്ടെന്നും പഞ്ചായത്തുകളും നഗരസഭകളും തങ്ങൾക്ക് അട്ടിപ്പേറ് കിട്ടിയിട്ടുള്ളതാണെന്നുമുള്ള അമിതമായ ആത്മവിശ്വാസത്തിൽ അടിത്തട്ടിൽ തിളച്ചുമറിഞ്ഞ ജനരോഷം CPM നേതൃനിരയ്ക്ക് പിടികിട്ടാതെ പോയി. തദ്ദേശ ഇലക്ഷനിൽ ഇതേ സ്ഥിതിയാണ് നിയമസഭയിലും വരാൻ പോകുന്നത്. 2021 സ്വപ്നതുല്യമായ സമ്മതിപത്രമാണ് കേരളം പിണറായി വിജയൻ നേതൃത്വം നൽകിയ ഇടതുമുന്നണിക്ക് നൽകിയത്. പക്ഷേ ആ ജനവികാരത്തിന്റെ സത്ത ഉൾക്കൊള്ളാൻ പിണറായിക്കും CPM-നുമായില്ല. KK ശൈലജ, തോമസ് ഐസക്, G സുധാകരൻ എന്നിവരെയൊക്കെ മാറ്റി നിർത്തിയപ്പോൾ പ്രാമുഖ്യം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് ശ്രദ്ധേയമായിരുന്നു. അധികാരം അത്രയും പിണറായി വിജയൻ എന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാർട്ടിക്ക് മുകളിലായി. UAPA ആയാലും മറ്റേത് വിവാദമായാലും മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുകയെന്ന ഏക ദൗത്യത്തിലേക്ക് പാർട്ടി ചുരുക്കപ്പെട്ടു. അധികാരമാണ് മൂർത്തിയെന്ന് വരുമ്പോൾ കാരണഭൂതനും ചെങ്കനലും ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും അതീതമായി ഏറ്റവും ഒടുവിൽ PM ശ്രീയിലെ പാലത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തുറന്നു കാട്ടിയപ്പോൾ അന്തർധാരകളുടെയും കൊടുക്കൽ വാങ്ങലുകളുടെയും മുഖംമൂടികൾ ഒരിക്കൽ കൂടി അടിഞ്ഞു വീണു. പാളിയ ഈ സിസ്റ്റത്തിനെ ഉടച്ചു തകർത്ത് നവീകരിക്കുന്നതിന് പകരം ഉത്സവ കാഴ്ചകൾ സംഘടിപ്പിക്കാനായിരുന്നു സർക്കാരിന് ഉത്സാഹം. ഒരു ദിവസത്തെ കൂലി 232 രൂപയിൽ നിന്ന് 700 രൂപയാക്കാൻ സമരം ചെയ്ത ആശാ തൊഴിലാളികൾക്ക് മുന്നിലായിരുന്നില്ല ഈ മെഗാമേളകൾ എന്നതിൽ അശ്ലീലം ഭരണകൂടത്തെയും പാർട്ടിയെയും അലട്ടിയിട്ടില്ല. മോഹൻലാലും ഫാൽക്കെ പുരസ്കാരം കിട്ടിയത് മുതൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വരെ മേളകളായി. ഒരു വശത്ത് അയ്യപ്പ സംഗമം നടത്തിയും മറുവശത്ത് ജമായത്ത് ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞും ഹിന്ദുത്വയെ മൃദുവൽക്കരിക്കാനുള്ള നീക്കവും വിജയിച്ചില്ല. ഇപ്പോൾ വർഗീയ പ്രീണനത്തിലും മാറ്റം സംഭവിച്ചു. പിണറായി വിജയൻ എന്ന നേതൃബിംബമാണ് ജനുവരിയിൽ ആ ശനിയാഴ്ച കേരളത്തിന് മുന്നിൽ ഉടഞ്ഞുപോയതെന്ന് അംഗീകരിക്കാനുള്ള ആർജവം CPM-നുണ്ടായില്ല. തദ്ദേശത്തിൽ തോറ്റെങ്കിലും ആത്മവിശ്വാസം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഒരു പരാജയത്തിൽ ഇല്ലാതാവുന്ന പ്രസ്ഥാനമല്ല CPM. തിരിച്ചടികൾ താണ്ടി വളർന്ന പാർട്ടിയാണിത്. ആഴത്തിലുള്ള ആത്മപരിശോധനയാണ് ഈ പരാജയം CPM-നോട് ആവശ്യപ്പെടുന്നത്. എവിടെയാണ് പാർട്ടിക്ക് ഒരു രണ്ടാം നിര നേതൃത്വവും ആഭ്യന്തര വിമർശവും ഇല്ലാതായതെന്ന ചോദ്യം ഉയരണം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലും കേരള മുഖ്യമന്ത്രിക്ക് വിധേയനാവുന്നതിലെ പരിഹാസ്യത തിരിച്ചറിയണം. കേരളത്തിന്റെ മനസ്സും ഭാവനയും പിടിച്ചെടുക്കാൻ കഴിയുന്ന പുതിയൊരു നേതൃനിരയ്ക്ക് രൂപം നൽകാനായാൽ മാത്രമേ ഈ കടുത്ത പ്രതിസന്ധിയിൽ നിന്ന് CPM-ന് തിരിച്ചു വരാനാവുകയുള്ളൂ. അവശേഷിക്കുന്ന ഏക തുരുത്തിലും അപ്രസക്തമാവാതിരിക്കാൻ അനിതര സാധാരണമായ ജാഗ്രത പുലർത്തേണ്ട നിമിഷങ്ങളുമായാണ് CPM ഇപ്പോൾ മുഖാമുഖം നിൽക്കുന്നത്. തനിക്കും തന്റെ പാർട്ടിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കറിയാം. ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് കൂട്ടിയും ഗുണിച്ചു നോക്കിയിട്ടും ഇടതുമുന്നണി ജയിക്കുമെന്ന് ഉറപ്പില്ല. മുഖ്യമന്ത്രി പ്രത്യേക സംഘത്തെ നിയോഗിച്ചാണ് സർവേ നടത്തിയത്. നിരവധി ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങി. ഇതിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ നിരവധി ഉണ്ടായിരുന്നു. കൃത്യമായ സർവേ ഫലം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തത്. സർക്കാർ ഏതായാലും രഹസ്യാന്വേഷണ വിഭാഗം ഇത്തരത്തിൽ അന്വേഷണങ്ങൾ നടത്താറുണ്ട്. ചിലപ്പോൾ ഇത് പാളാറുമുണ്ട്. ഭരണകക്ഷിക്ക് അനുകൂലമായ റിപ്പോർട്ട് എഴുതേണ്ടി വരുമ്പോഴാണ് ഇത് പാളുന്നത്. എന്നാൽ പിണറായി ഒരു PR റിപ്പോർട്ടല്ല ആവശ്യപ്പെട്ടത്. കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം
പോലീസ് അക്ഷരം പ്രതിപാദിച്ചു. അതാണ് UDF മുൻതൂക്കമല്ല സുനാമി പ്രവചിച്ചത്. ഇത്തരമൊരു റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി സമാധാനത്തോടെ ഇരിക്കുക? താൻ നടത്തിയ പരിഷ്കാരങ്ങളെല്ലാം വെള്ളത്തിൽ പോകുമെന്ന് മനസ്സിലാക്കിയ ഭരണാധികാരിയുടെ സ്വാഭാവിക പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തോറ്റാൽ MA ബേബിയോട് വരെ പിണറായിക്ക് മറുപടി പറയേണ്ടി വരും. മാധ്യമങ്ങൾ തന്റെ വലിയ ശത്രുക്കളാണെന്ന് മുഖ്യമന്ത്രി കരുതുന്നു. പത്രസമ്മേളനത്തിൽ താൻ ഭയക്കുന്ന ചോദ്യങ്ങൾ വരുമെന്ന് മുഖ്യമന്ത്രി കരുതുന്നു. അതിനാലാണ് പാർട്ടി മാധ്യമങ്ങളെ കൊണ്ടുവന്ന പത്രസമ്മേളനങ്ങൾക്ക് സംരക്ഷണ കവചം തീർക്കുന്നത്. തന്നെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന മുഖ്യമന്ത്രിയുടെ കടുത്ത നിലപാടിനേറ്റ പ്രഹരമായി മാറി കൊല്ലത്തെ വാർത്താ സമ്മേളനം. ഏതായാലും ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ കേരളം പിണറായിയോട് പറയും കടക്ക് പുറത്ത്.